പ്രിയമഹി, ഇന്നലെ രാത്രി പെയ്ത മഴ തോർന്നിട്ടും എൻ്റെ മനസ്സിപ്പോഴും തോർന്നിട്ടില്ല. ജനൽ കമ്പിയിലൂടെ ഒലിച്ചിറങ്ങിയ മഴത്തുള്ളികളിൽ മുഴുവൻ നിന്റെ മുഖമായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെയൊരു കത്ത് നീ എന്നിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. മനസ്സിൽ തോന്നിയതൊക്കെയും മുഖത്തു നോക്കി പറയാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഈ കടലാസ് തുണ്ടിൽ എൻ്റെ ഹൃദയം പകർത്തി വെക്കുന്നത്. ഓർക്കുന്നുണ്ടോ നീ അന്ന് ആ കോളേജ് ലൈബ്രറിയിൽ വെച്ച് ആദ്യമായി നമ്മൾ കണ്ടുമുട്ടിയ ദിവസം? നിന്റെ കയ്യിലിരുന്ന അനിൽ മണ്ണത്തൂരിൻ്റെ അനന്തയാത്രയിലെ അടയാളങ്ങൾ എന്ന പുസ്തകം താഴെ വീണപ്പോൾ അത് എടുത്തു തരുന്ന സമയത്ത് അബദ്ധത്തിൽ നമ്മുടെ കൈകൾ തമ്മിൽ തൊട്ട നിമിഷം, സത്യം പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇന്നേ വരെ എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലായിട്ടില്ല. നിന്റെ ആ ചെറിയ ചിരിയും കാറ്റിൽ പറക്കുന്ന മുടിയിടകളും ആരും കാണാതെ എന്നെ നോക്കുന്ന ആ കള്ളക്കണ്ണുകളും എത്രമാത്രം ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ കണ്ടെത്തുന്ന കാരണങ്ങൾ പലപ്പോഴും എത്ര വിഡ്ഢിത്തം നിറഞ്ഞതാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എങ്കിലും നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. നീ അരികിലില്ലാത്ത നേരങ്ങളിൽ ഏകാന്തത എന്നെ ശ്വാസം മുട്ടിക്കാറുണ്ട്. ഇത് കേവലം ഒരു താൽക്കാലിക തോന്നലല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി യാത്രയിൽ നിന്റെ കൈകൾ കോർത്തു പിടിച്ച് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നീ കൂടെയുണ്ടാകണം. ഒരുപാട് വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകാൻ എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, നിന്നെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. മരണം വരെ ആ സ്നേഹത്തിന് ഒട്ടും കുറവുണ്ടാവുകയുമില്ല. മറുപടിക്കായി ഞാൻ കാത്തിരിക്കില്ല. കാരണം നിന്റെ കണ്ണുകളിൽ എനിക്കുള്ള ഉത്തരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഈ കത്ത് വായിച്ചു കഴിയുമ്പോൾ നിന്റെ ചുണ്ടിൽ വിരിയുന്ന ആ ഒരു ചെറിയ പുഞ്ചിരി മതി എനിക്ക് ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ എന്ന്. നിന്റെ മാത്രം ആകാശ്.